മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ചന്ദ്രബാബു നായിഡു നിന്ദ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് YSR കോൺഗ്രസ് പ്രതികരിച്ചു. എന്നാൽ ആരോപണങ്ങളല്ല വസ്തുതയാണ് പറഞ്ഞതെന്ന നിലപാടിലാണ് TDP. ലാബ് റിപ്പോർട്ട് വ്യാജമല്ലെന്നും TDP നേതൃത്വം വിശദീകരിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ലാബ് റിപ്പോർട്ട് വരുന്നത്. തിരുപ്പതി ക്ഷേത്രം നമുക്കറിയാം ഹിന്ദു ഡിവോട്ടീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. അവിടുത്തെ ഒരു പ്രസാദത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറം വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാത ചർച്ചകൾക്ക് ഇടവെക്കുന്ന ഒരു വിഷയമാണ്. ഇതുവരെ അത് TDPയും ISRും തമ്മിലുള്ള ഒരു നീക്കമായി നിൽക്കുകയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇന്ന് നടത്തുന്ന നീക്കങ്ങളും പ്രതികരണങ്ങളും അതെങ്ങനെയാണ് രഞ്ജിത്ത്? എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി സംസ്ഥാനത്ത് വളരുകയാണ് എന്നതിൽ സംശയമില്ല സജിത്ത്. കാരണം ഇത് TDP ആണ്. TDPയുടെ നേതാവാണ് ആദ്യം ഇത്തരമൊരു ആക്ഷേപവുമായി രംഗത്ത് വരികയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലാബ് റിപ്പോർട്ട് ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു ഇടുകയും ചെയ്തത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള ലാബോറട്ടറിയായ NDOB കാൽഫ് ലിമിറ്റഡ് പുറത്തുവിട്ട തിരുപ്പതി ലഡുവിന്റെ പരിശോധനാ ഫലമാണ് TDP വക്താവ് ആനം വെങ്കട രമണ റെഡ്ഡി പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടത്. ഇത് അവിടെ ഒരു വലിയ കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ ഈ TDP സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതൊരു വിഷയമായി തന്നെ ഉയർത്തിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് അധികമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ പാർട്ടി കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഗുജറാത്തിലെ ഒരു ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് TDP വീണ്ടും YSRനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ YSR കോൺഗ്രസിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായ ആരോപണം മാത്രമാണ് എന്നതും ഇത് അവ്യക്തമായ ആരോപണമാണെന്നതും ഈ ലാബ് റിപ്പോർട്ട് വ്യാജമാണ് എന്നുള്ളതുമാണ്. കാരണം ഈ ലാബ് റിപ്പോർട്ട് എന്നുള്ളത് നമ്മളാരും അങ്ങനെ നമുക്കതിന്റെ കോപ്പിയും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒരുപാട് തിരഞ്ഞിട്ടും ഈ NDOB ലാബിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചും ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് YSR കോൺഗ്രസ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പ്രധാന പ്രശ്നം എന്നുള്ളത് ഈ ലഡുവിൽ പന്നിക്കൊഴുപ്പിന് സമാനമായ വസ്തുവും മത്സ്യ എണ്ണയും കണ്ടെത്തി എന്നുള്ളതാണ് ഒരു വിവാദം. നമുക്കറിയാം, ലക്ഷോപലക്ഷം ഭക്തർ വളരെ ആരാധനയോടുകൂടി ഏറെ ഭക്തിയാദരത്തോടുകൂടി സമീപിക്കുന്ന ഒരു പ്രസാദമാണ് തിരുപ്പതിയിലെ ലഡു. അത് ഓൺലൈനിൽ പോലും നമ്മുടെ സംസ്ഥാനത്തിൽ പോലും പലപ്പോഴും അത് ഓർഡർ ചെയ്തെത്തുന്ന പശ്ചാത്തലമുണ്ട്. ലക്ഷക്കണക്കിന് ലഡുവാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ഭക്തർ വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ മൃഗക്കൊഴുപ്പിനൊപ്പം ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും ആരോപണം ഉയർന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. നെയ്ക്ക് പകരമാണ് ഈ ശുദ്ധമായ രഞ്ജിത്ത് ഒന്ന് തുടരുക. രാഹുൽ ഈശ്വർ നമുക്കൊപ്പമുണ്ട്. രാഹുൽ ഈശ്വർ, ഈ തിരുപ്പതി ക്ഷേത്രം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ്. നിരവധി മലയാളി ഭക്തരൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരമൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വിവാദം മാത്രമാണ്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഇത് രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവ സ്വഭാവത്തിൽ കാണണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണാം. അതുകൊണ്ടാണ് ഒരു സിറ്റിംഗ് ജഡ്ജി ഈ വിഷയം അന്വേഷിക്കണം. ഞാൻ ഇന്നലെ ദേശീയ മാധ്യമങ്ങളിൽ ഇരുന്ന് ഈ ആവശ്യം ശക്തമായി ഉയർത്തിയിട്ടുമുണ്ട്. അതായത് ഒരു സിറ്റിംഗ് ജഡ്ജിയാണ് യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കേണ്ടത്. YSRും അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണെന്ന് അറിയാം. ചന്ദ്രബാബു നായിഡിനെ ജയിലിലിട്ട ആളാണ് ജഗൻ നമുക്കറിയാം. തിരിച്ച് പ്രതികാരം ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ആത്മീയ വിഷയമാണ്, ധാർമ്മിക വിഷയമാണ്. കഴിഞ്ഞ വർഷം വരെ കർണാടകയിലെ നന്ദിനിയായിരുന്നു ഇവർക്ക് ഇതിനുള്ള ഗീ എത്തിച്ചു കൊടുത്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഇവരുടെ കോൺട്രാക്ട് മാറ്റുകയുണ്ടായി. അപ്പോൾ അന്ന് തന്നെ ചില വിവാദങ്ങൾ ഇതിൽ ഉടലെടുത്തിരുന്നു. ഏറ്റവും പ്രധാനം, ഇതിൽ വളരെ നിഷ്പക്ഷമായ സിറ്റിംഗ് ജഡ്ജിയുടെ ഒരു എൻക്വയറി ഉണ്ടാകണം. അഥവാ തെറ്റുകാരെന്ന് കാണുകയാണെങ്കിൽ അതിശക്തമായ നടപടിയും എടുക്കണം. നമുക്കിവിടെ യഥാർത്ഥത്തിൽ വേണ്ട ഒരു എൻക്വയറിയാണ്. ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണലി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉയർത്തിയത്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. അതോടൊപ്പം ഒരു വരി കൂടി, അമ്പലങ്ങൾ ഹിന്ദു വിശ്വാസികൾക്ക് തിരിച്ചു വിട്ടുകൊടുക്കുകയും ഗവൺമെന്റിന്റെ കൺട്രോൾ അമ്പലങ്ങളിൽ നിന്ന് മാറ്റേണ്ട ഒരു ചിന്ത കൂടെ ഈ അവസരത്തിൽ നമുക്ക് വരണം. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പള്ളികൾ ധരിക്കുന്നത് പോലെ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ ചർച്ചുകൾ ധരിക്കുന്നത് പോലെ ഹിന്ദു സമൂഹത്തിന് അമ്പലങ്ങളുടെ മേൽ അധികാരങ്ങളും അവകാശങ്ങളും വേണം. ആർട്ടിക്കിൾ 25 26 ഉറപ്പ് തരുന്നുണ്ട്. ഇത് അത്യന്തം സ്തോഭജനകമായ വാർത്തയാണ്, ഞെട്ടൽ ഉളവാക്കുന്ന വാർത്തയാണ്, വേദന ഉളവാക്കുന്ന വാർത്തയാണ്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു വാർത്തയാണ്. അതുകൊണ്ട് ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ എൻക്വയറിയും
ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യണം. കാര്യം ഞങ്ങൾക്കറിയാം, നമ്മൾ തിരുപ്പതിയിലൊക്കെ പോയി മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഈ ലഡു നമ്മൾ മേടിക്കുന്നത്. ഏറ്റവും പവിത്രമായി തിരിച്ച് നമ്മുടെ നാട്ടിലേക്കടക്കം കൊണ്ടുവരുന്ന കാര്യവുമാണ്. അതിൽ ആനിമൽ ഫാറ്റ് ചേർന്നിരുന്നു, ചില ആൾക്കാർ ബീഫ് സാധനം ചേർന്നിരുന്നു എന്ന് പറയുന്നു, ലോ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയുന്നു. അപ്പം വസ്തുതകൾ നമുക്ക് അറിയണം. എന്താണ് ഈ സാമ്പിൾ കളക്ട് ചെയ്തത്? പലപ്പോഴും എന്റെ ഭാഗത്തു നിന്ന്, ജഗന്റെ ഭാഗത്തു നിന്ന് അവരുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് ഈ ജൂലൈ 24 സാമ്പിൾ കളക്ട് ചെയ്തതെന്നാണ്. ജൂണിലാണെങ്കിൽ ഇവരുടെ ടേമും തീർന്നു. അങ്ങനെയാണെങ്കിൽ അതും അന്വേഷിക്കണം. അതുകൊണ്ടൊരു നിഷ്പക്ഷമായ കോടതി അന്വേഷണം ഇതിൽ വേണം. രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ശബരിമലയോ അല്ലെങ്കിൽ തിരുപ്പതിയോ അല്ലെങ്കിൽ ഗുരുവായൂരോ അല്ലെങ്കിൽ ഹാജിയലിയോ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളോ ഒന്നും മിസ്യൂസ് ചെയ്യപ്പെടരുത്. അതുകൊണ്ട് വളരെ ശക്തമായ എൻക്വയറി വേണം. കോടിക്കണക്കിന് ഭക്തരെ, ലക്ഷക്കണക്കിന് പോലുമല്ല, കോടിക്കണക്കിന് ഭക്തരെ ബാധിക്കുന്ന വിഷയമാണ്. ലോകത്തിൽ ഏറ്റവും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുപ്പതി. ഒരു ദിവസം 50,000 മുതൽ 53,000 ആൾക്കാർ വരെയാണ് ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ശബരിമലയ്ക്ക് പോലും തിരുപ്പതി. രാഹുലി സർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇതൊരു വിവാദമാണ്. ഇതിൽ വസ്തുത ഇനിയും പുറത്തു വരേണ്ടതുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു എൻക്വയറിയാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. ശരി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു പക്വതയില്ലാത്ത ഒരു വിവാദമായി ഇതിപ്പോൾ ഉയർന്നു വരുന്നുണ്ടോ? കാരണം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇങ്ങനെ മൃഗക്കൊഴുപ്പ് കലർന്ന പ്രസാദം വിതരണം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നാൽ അതുണ്ടാക്കുന്ന, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അതുണ്ടാക്കുന്ന പ്രതിഫലനം എത്ര വലുതാണെന്ന് തിരിച്ചറിയാതെയാണോ രാഷ്ട്രീയ നേതാക്കൾ ഈ ഒരു നീക്കം നടത്തുന്നത്? അങ്ങനെയല്ല. പക്ഷെ എനിക്ക് അങ്ങ് പറയുന്നതിന്റെ ആംഗിൾ കറക്റ്റാണ്, എനിക്കത് മനസ്സിലാവും. പക്ഷെ ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മുടെ മനസ്സ് വേദനിക്കാതിരിക്കുക തരമില്ല. ഓർമ്മ കാണും, നമ്മുടെ ജയമാല എന്ന് പറയുന്ന ഒരു യുവതി ശബരിമല കയറി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും വർഷങ്ങളോളം വിവാദം ഉണ്ടായി. അപ്പൊ മൃഗക്കൊഴുപ്പൊക്കെ ലഡു പോലെ പരിശുദ്ധമായ, തിരുപ്പതിയിൽ ഏറ്റവും പ്രധാന ലഡുവാണ്, വെങ്കടേശ്വരന്റെ ഈ ലഡുവാണ്. അതിൽ കൊഴുന്നിട്ടെന്ന് പറഞ്ഞാൽ വൈകാരികപരമായ റെസ്പോൺസ് ഉണ്ടാകും. അത് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് എത്രയും ഞാൻ ജനങ്ങളെയല്ല കുറ്റം പറഞ്ഞത്, അത് ഈ വിവാദം ഉയർത്തിയവരെയാണ്. കാരണം അതിലൊരു വ്യക്തത വന്നില്ലെങ്കിൽ നാളെ ഒരു ഘട്ടത്തിൽ ഈ വിവാദം തെറ്റായിരുന്നു, ഈ വിവാദം ഇതിന്റെ ലാബ് റിസൾട്ട് ഫലത്തിൽ മറ്റൊരു റിസൾട്ട് വന്നാൽ ഇത് ജനത്തിനിടയിൽ ഉണ്ടാക്കിയ വിള്ളൽ അതൊന്നും നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാര്യം സാമുദായികമായി ചേരിതിരി ഉണ്ടാകും, വർഗീയമായ വിദ്വേഷം ഉണ്ടാകും. പക്ഷേ ഇതൊരു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെയാണ്. അതുകൊണ്ടാണ് ഈ വിവാദം തെറ്റാകട്ടെ അങ്ങനെയല്ല. കാര്യം ഞാനും കൂടെ കഴിഞ്ഞ വർഷം പോയി ഇതേ ലഡു മേടിച്ചതാണ്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്, കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോ അങ്ങനെ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോഴും ഈ വിഷയം വെളിയിൽ വന്ന സ്ഥിതിക്കും, ഒരു ലാബ് റിപ്പോർട്ട് ഉണ്ടായ സ്ഥിതിക്കും, ആ ലാബ് റിപ്പോർട്ടിൽ ശാസ്ത്രീയമായ അന്വേഷണം ഉണ്ടായ സ്ഥിതിക്കും ശക്തമായ അന്വേഷണം വേണം. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു സത്വര നടപടി വേണം. ശരി, RV ബാബു കൂടിയുണ്ട്, ഹിന്ദു ഐക്യവേദി. ശ്രീ RV ബാബു, ഞാൻ ഇപ്പം മുമ്പ് ഈ ശശികല ടീച്ചർ അവർ നടത്തിയ ഒരു പ്രസ്താവന ഓർത്തെടുക്കുകയായിരുന്നു. ഈ തിരുമല തിരുപ്പതി ദേവസ്വം ഭരണ സംവിധാനത്തിൽ അഹിന്ദുക്കളായവർ ജോലി ചെയ്യുന്നു എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം ഉയർന്നു വരുന്നത്. ഇതിൽ ഒരു അപക്വമായ നടപടി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇതൊരു വിശ്വാസികളെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർന്നുണ്ട്. പക്ഷേ ഈ ലാബ് റിപ്പോർട്ട് അന്തിമമാണോ, അത് സംബന്ധിച്ച് ഒരു കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല ഇതുവരെ. അല്ല, ഇപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒഫീഷ്യലായിട്ട് പ്രസ്താവന നടത്തിയിട്ടുള്ളത് ചന്ദ്രബാബു നായിഡുവാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ഈ വിഷയത്തിൽ പരസ്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. YSR കോൺഗ്രസിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തില് ഉപയോഗിച്ചിരുന്ന ലഡുവില് മൃഗക്കൊഴുപ്പ് തുടങ്ങിയിട്ടുള്ള, മീനെണ്ണ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത്രത്തോളം അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ട്, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ലാബ് റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് താനും. ആ ലാബ് റിപ്പോർട്ട് പലതും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ തെറ്റായ പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരാറുണ്ട് എന്ന ഒരു മുൻകൂർ ജാമ്യം ആ ലാബ് തന്നെ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഈ ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വലിയ തോതിൽ ആശങ്കയുണ്ട്, ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കാരണം തിരുപ്പതി ദേവസ്ഥാനവും തിരുമലയും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തോതിൽ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്, വർഷങ്ങളായിട്ട് അതുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മതപരിവർത്തന ശ്രമങ്ങൾ, ചില ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, മതം മാറിയ ആളുകൾ, ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ, എന്നാൽ ഹിന്ദു പേരുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതികളിൽ കയറിക്കൂടി എന്ന് വെച്ചാൽ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ കയറിക്കൂടി അവിടെ ഇത്തരത്തിലുള്ള ക്ഷേത്ര വിരുദ്ധമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്ന ആക്ഷേപം കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്, അവിടുത്തെ ഹിന്ദു സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ഇതിനോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ആന്ധ്രയിലെ മാത്രം ഒരു വിഷയമായിട്ടല്ല ഞങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. ആന്ധ്രയിൽ ഇതിപ്പോ പുറത്തു വന്നിരിക്കുന്നു.
കേരളത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ ഒരു റിപ്പോർട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, ഞാനിത് പറയാൻ കാരണം അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രഭരണം നടത്തുമ്പോൾ സംഭവിക്കുന്ന അപാകതകൾ ഈ തരം മേഖലകളിൽ സംഭവിക്കുന്നു. ഇപ്പൊ കെ ടി ശങ്കരൻ റിപ്പോർട്ട് എന്താ കൃത്യമായിട്ട് പറഞ്ഞ, സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ടാണത്. കെ ടി ശങ്കരൻ റിപ്പോർട്ടിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ, നിവേദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ ഒക്കെ താണ നിലവാരത്തിലുള്ളതാണ് എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചത് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ റിപ്പോർട്ടിലാണ്. ശർക്കര, നെയ്യ്, എണ്ണ, ചന്ദനത്തിരി, മറ്റേ കളഭം, ചന്ദനം തുടങ്ങിയിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ നിലവാരം കുറഞ്ഞവയാണ് എന്ന്. നമുക്കറിയാലോ ശബരിമലയിലെ അരവണ, ഞാൻ ചോദിക്കട്ടെ, 5 കോടി രൂപയുടെ വിലപിടിപ്പുള്ള അരവണ, ആ അരവണ ഉപയോഗശൂന്യമായി രാസമാലിന്യം കലർന്ന ഏലക്ക ഉപയോഗിച്ചു എന്നുള്ളത് ആര് ഉത്തരവാദിത്വം പറയും ഈ വിഷയത്തില്? ആരാണ് അതിന്റെ റെസ്പോൺസിബിൾ മാൻ? എനിബഡി ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി? ഇതാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? ഇത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് മാറി ഹിന്ദുക്കൾ തന്നെ ഇത് ഭരിച്ചാൽ ഇത് ശരിയാവുന്നതാണ് താങ്കൾ പറയുന്നത്? അല്ല, അത്രത്തോളം അതിന് പരിഹാരമുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയാവുന്നു. പക്ഷേ സ്വകാര്യ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, ഒരുപാട് ക്ഷേത്രങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പരാതികൾ താരതമ്യേന കുറവാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവാൻ പോകുന്നില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന പണമല്ലേ ഇത്? ഭക്തജനങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് സ്വമേധയ ആ കമ്മിറ്റിയെ മാറ്റി വേറൊരു കമ്മിറ്റിയെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഇവിടെ അതിന് സാധ്യമാണോ? ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം നിശ്ചയിക്കുന്ന ഭരണാധിപന്മാര് അവര് അങ്ങനെ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും? അല്ല, മുമ്പ് ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിൽ, ഈ ക്ഷേത്ര സംവിധാനങ്ങൾ തന്നെ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലാണല്ലോ ഇത്തരം ഒരു ബോർഡും സംവിധാനവും ഒക്കെ രൂപപ്പെട്ടത്. അത് ആ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പും അതിന്റെ സംരക്ഷണവും എന്നൊരു വലിയ ലക്ഷ്യമാണോ അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട് സുഹൃത്ത്. തെറ്റാണ് നിങ്ങളുടെ ആ കമന്റ്. ദേവസ്വം ബോർഡ് ഉണ്ടായത് എങ്ങനെയാണ്? ദേവസ്വം ബോർഡ് ഉണ്ടായത് രാജാവിന്റെ കയ്യിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ ക്ഷേത്രങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അതാണ് കേന്ദ്ര സർക്കാരും രാജാവും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു കവനന്റ്. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു കവനന്റ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് നിലവിൽ വന്നത്. അത് മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചത് നിത്യനിദാന ചെലവുകൾക്ക് പോലും ശേഷിയില്ലാത്ത എത്രയോ ചെറുക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ ബോർഡ് സംവിധാനത്തിലുള്ളത് കൊണ്ടാണ് അവരേക്കൊരു എല്ലാ മാസവും എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ചെല്ലുന്നത്. അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾ എക്കാലവും ഇല്ലാതായി പോകും. അത് വേറൊരു വിഷയമാണ്. നമ്മുടെ വിഷയം മാറിപ്പോവുകയാണ്. ഞാൻ ഈ ലഡ്ഡു വിവാദത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇത് ബോധപൂർവമായി സംഭവിച്ചതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇതിന്റെ സാമ്പിൾ എടുത്ത ഡേറ്റ് സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. കാരണം ചന്ദ്രബാബു നായിഡു ആണ് ഈ വിവാദം ഉയർത്തിവിട്ടതെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് ഈ സാമ്പിൾ എടുത്ത എന്ന ആക്ഷേപം മറുഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അല്ല, അതിന് ആരാണ് ഉത്തരവാദി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ കണ്ടെത്തണം. ഏതായാലും ശരി, ഈ വിഷയം ഭക്തജനങ്ങളെ സംബന്ധിച്ച് ആര് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ക്ഷേത്രത്തിൽ ഭക്തിയോടെ പ്രസാദമായി സ്വീകരിക്കുന്ന വസ്തു ക്ഷേത്രത്തിന്റെ സംസ്കാരത്തിനും ആചാരത്തിനും ഒക്കെ വിരുദ്ധമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം കൺസേൺ. അതിൽ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തേണ്ടത് ഗവൺമെന്റാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റല്ലേ കണ്ടെത്തേണ്ടത്. രണ്ട്, താങ്കൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തെറ്റായ ധാരണ ഉണ്ടാകും. ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടന്നു പോകാൻ പറ്റാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. ഇവിടെ കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലല്ലാത്ത. തീർച്ചയായിട്ടും അതൊരു മറ്റൊരു തർക്ക വിഷയമാണ്, സബ്ജക്റ്റാണ്, നമുക്ക് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. താങ്കൾക്ക് അഭിപ്രായമാണ്. ഞാൻ അതിലേക്ക് വിഷയം മാറിപ്പോകുന്നതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. താങ്കൾക്ക് അതിൽ കൃത്യമായ നിലപാടുണ്ടാവാം, എനിക്കുമുണ്ട് അക്കാര്യത്തിൽ നിലപാട്. അതൊരു തർക്ക വിഷയമാണ്, വിഷയം മാറുമാണ്. ഒപ്പം ഈ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് കൂടി നമുക്കൊപ്പമുണ്ട്, യോഗക്ഷേമ സഭയുടെ. ശ്രീ അക്കിരമൺ, താങ്കൾക്ക് നേരിട്ടറിയാം, കാരണം ഈ ദേവനെ പലപ്പോഴും പൂജിക്കാൻ അവസരം കിട്ടുകയും അത് ഇപ്പോഴും ചെയ്തു വരുന്ന ആളുകൂടിയാണ് താങ്കൾ. ഈ പൂജാദ്രവ്യങ്ങളിൽ മായം കലരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര അതിൻ്റെ മൂല്യം ഉണ്ടാവുന്നില്ല എന്നൊരു ആക്ഷേപം അല്പസമയം മുമ്പ് സംസാരിച്ച പലരും ഉന്നയിച്ചു. അതങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോൾ ഈ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ മായം കലർന്നിരുന്നു എന്ന് മാത്രമല്ല, അതിൽ മൃഗക്കൊഴുപ്പ് കലർന്നിരുന്നു എന്നൊരു ആക്ഷേപമാണ് വരുന്നത്. ഇതിലൊരു വ്യക്തത ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ എത്ര കണ്ട് ഗൗരവമുള്ള ഒരു ആക്ഷേപമായിട്ടാണ് താങ്കൾ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം ആക്ഷേപാർഹമായ ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലെ സങ്കല്പങ്ങളിലൊക്കെ തന്നെ ഈ മാലിന്യം കലർന്ന യാതൊരു വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ലാത്തുള്ളത് സത്യമാണ്. അതിപ്പോ അതിനകത്ത് തിരുപ്പതിയെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ കുറച്ചു കാലമായിട്ട് കേൾക്കുന്നുണ്ട്. അത് വാസ്തവം പറഞ്ഞാൽ സർക്കാർ തന്നെ ഇടപെട്ടത് അത് പരിശോധിച്ച് ഈ സാധാരണക്കാരന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ദേവന് സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം
എന്ന നിയമമുണ്ട്. ഈ സാധാരണ ഈ സാമ്പത്തിക ലാഭം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും ഇപ്പൊ നമ്മൾ ഇപ്പൊ തിരുപ്പതിയിലെ വിഷയം ഉൾപ്പെടെ എല്ലായിടത്തും തന്നെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കുഴപ്പമാണ്. അതിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ നിവേദ്യമാണ്, ദേവന് കൊടുക്കുന്ന നിവേദ്യം ഭക്തജനങ്ങളുടെ ആത്മസമർപ്പണമാണ്. അപ്പൊ അതിൽ മായം കലർന്നാൽ ഇതിനെ കേവലം ഒരു ലാഭത്തിന് വേണ്ടി മാത്രം കരുതുന്ന ഒരു വ്യവസായമായിട്ട് ഇതിനെ മാറ്റിയാൽ അത് ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് മാത്രമല്ല, ഭക്തജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത, സമർപ്പണം ഈ ഭക്തിയാദികൾക്കുള്ളതിനെ സംശയദൃഷ്ടിയോടെ അല്ലാതെ എങ്ങനെ കാണാൻ കഴിയും? അതിനെല്ലാം അവിടെ പല ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ പ്രീ പ്രോസസ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദേവന്റെ പേരിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ഒരു വലിയ സത്യമുള്ളത്, തെറ്റ് ചെയ്യുന്നവൻ ദേവൻ വെറുതെ വിടില്ല, അവർക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭരണാധികാരികൾക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് ഇത് നേരെയാക്കി എടുക്കുക എന്നുള്ളതുകൊണ്ട് അതിന് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ വിഷയം തന്നെയാണ്. ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. വിശ്വാസം സംരക്ഷിക്കാനുള്ള ബാധ്യത ഏത് രാഷ്ട്രീയക്കാരായാലും അവർക്കുണ്ട് എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു ഈ സമയത്ത്. ശരി, വളരെ നന്ദി എന്തായാലും പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിവാദം കൊഴുക്കുകയാണ്. രഞ്ജിത്ത്, അവസാനമായി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ആന്ധ്ര രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് പോലും ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞതിന് കാരണം മലയാളികൾക്കടക്കം വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവരെത്താൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ് ആ ക്ഷേത്രവും ആ പ്രസാദവും ഒക്കെ എന്നതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, ഈ വിഷയത്തിൽ നിലവിൽ നടക്കുന്ന ലഭ്യമായ ലാബ് റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പരിശോധനാ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ? കാരണം കേന്ദ്ര സർക്കാരിൽ സ്വാധീനമുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയാണ് ഈ ആക്ഷേപം ഉന്നയിച്ചത് എന്ന പശ്ചാത്തലമുണ്ട്. ഏറ്റവും പുതിയ വിവരം സജിത്ത്, ഈ YSR കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആരോപണം ഇത് വസ്തുനിഷ്ഠമായ ഒരു ആരോപണമല്ല, അടിസ്ഥാനരഹിതമാണ്. ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണം എന്ന ആവശ്യമാണ് YSR കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ വരുന്ന ചൊവ്വാഴ്ച ഈ ഹർജി കോടതി പരിഗണിക്കാൻ കൂടി ഇരിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, വൈകാരിക തലത്തിൽ പല വിഷയങ്ങളെയും സമീപിക്കാനുള്ള ശ്രമം നേരത്തെയും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, TDP BJPയുടെ NDA സഖ്യകക്ഷിയുടെ ഭാഗമാണ്. ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഇതൊക്കെയാണ് YSR കോൺഗ്രസിൽ സംശയം ഉളവാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ലക്ഷ്യമുള്ള ആരോപണമാണ് ഇത് എന്ന് പറയുന്നത്. നമുക്കറിയാം, 10 ലക്ഷത്തോളം ലഡു ഇത്തരത്തിൽ നിർമ്മിച്ച് ഈ ക്ഷേത്രത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പാഴ്സലായും നേരത്തെ ഓർഡർ അനുസരിച്ച് ഭക്തർക്ക് അയച്ചു കൊടുക്കാറുണ്ട് എന്ന ഒരു കണക്ക് കൂടി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സൈത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആ സംസ്ഥാനത്തെ മാത്രമല്ല മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ ഓരോ വർഷവും എത്തുകയും ഈ പ്രസാദം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ വൈകാരികമായി തന്നെ വല്ലാതോതിൽ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് രാഷ്ട്രീയ മാനം കൂടി കലരുമ്പോൾ, അതായത് YSRും അവിടുത്തെ അറിയാം TDPയും YSR കോൺഗ്രസും YSR ഭരിച്ചിരുന്ന കാലത്ത് ചന്ദ്രബാബു നായിഡുവിനെതിരെ വലിയ തോതിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. തിരിച്ചും ചന്ദ്രബാബു നായിഡു ഭരണത്തിൽ വരുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല കെട്ടിടങ്ങളും ഇടിച്ചു നിർത്തുന്നുണ്ട്, പല സ്വത്തുക്കളും കണ്ടുകെട്ടുന്നുണ്ട് ഈ YSRുമായി ബന്ധപ്പെട്ട ആളുകളുടെ. അങ്ങനെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ് ആ പ്രദേശം എന്ന് നമുക്കറിയാം. അതിനോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഈ വിഷയത്തെയും കാണേണ്ടത്. പക്ഷെ അപ്പോഴും ഈ ലാബ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. കൂടുതൽ പരിശോധന വേണമെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും മറ്റുമുള്ള ആവശ്യം കൂടി ഉയർന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതായാലും വിവാദം കത്തിപ്പടരുകയാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത കൈവരുത്തിയിട്ടില്ല. ഏത് തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കണമെന്നതിലൊക്കെ അതിലേക്ക് കൂടി വരുമ്പോഴേക്കും ഇതിന്റെ ഗൗരവ സ്വഭാവം മാറും സ്വാഭാവികമായും. സജിത്ത്, യെസ്, ആന്ധ്രയിലെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അത് രാജ്യത്ത് പൊതുവിൽ ബാധിക്കുന്ന ഒരു വിവാദമായി തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദ ലഡുവുമായി ബന്ധപ്പെട്ട വിവാദം മാറുകയാണ്. ആക്ഷേപം ഉന്നയിച്ച ചന്ദ്രബാബു സർക്കാരിന്റെ കാലത്തുള്ള സാമ്പിൾ ശേഖരണം തന്നെയാണ്. അതിന് ഉത്തരവാദി ചന്ദ്രബാബു നായിഡുവാണ് എന്നതാണ് YSR കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും ഈ വിവാദം കത്തുകയാണ്. ഇതിൽ ഉന്നതതല അന്വേഷണ പ്രഖ്യാപനം ആവശ്യപ്പെടുന്നു. കോടതിയിലേക്കും നീക്കങ്ങൾ എത്തുകയാണ്. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരും.